പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണ്. കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു, എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു. അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് എനിക്കാരുമില്ലെന്ന് പറയുന്ന ഒരു തലവാരോഗ്യനെയാണ്. ഈ തലവാരോഗ്യനെ കുഷ്ഠരോഗിയുടെ നടക്കുന്നുണ്ട്. അവനൊരു കാര്യം പറയും, എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാല്, ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയാണ് വചനങ്ങൾ. അങ്ങനെയല്ല. ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത്രയും ഇൻഗ്രീഡിയൻസ്, തിയോളജിക്കൽ വെർച്യൂസ് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത്. എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും. വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കണത് എങ്ങനെയാണ്? വചനം ഒരു മീഡിയം ആക്കിക്കൊണ്ട്. അപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ വചനത്തിൽ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും, സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത്. വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനത്തെ പ്രത്യാശിക്കണം. അപ്പോഴെന്താണ്? നമുക്കത് ഫീൽ ചെയ്യും. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ, നിന്റെ പാപാവസ്ഥയാകാം, നിന്റെ ഭക്തിക്കുറവാകാം. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും. അത് പോരെ ജീവിക്കാൻ. എൻ്റെ പേര് റീന. ഞാൻ അന്നമനണ്ട ഇടവകപ്പള്ളി. ഞാൻ UK 20 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. നേഴ്സായിട്ടാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ 2015 തുടങ്ങി 2024 വരെ ഒരു ഏജൻസി നേഴ്സായിട്ടാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പെർമനൻറ്റ് ജോലിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഞാനങ്ങനെ ഏജൻസി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2024 ആയപ്പോഴേക്കും നമ്മുടെ ഒത്തിരി ഓവർസീസ് നേഴ്സസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർത്തു എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് NHSലോട്ട് വീണ്ടും പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. എനിക്കത് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ഷിഫ്റ്റ് വെച്ചാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഒക്ടോബർ 7-ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ഫിറ്റ്സായി. അപ്പോൾ ഞാൻ 999 ഞങ്ങളോട് വിളിക്കുന്നത് ആംബുലൻസിന് വേണ്ടി. അത് വിളിച്ചു. പേഷ്യൻ്റ് അപ്പോഴേക്കും പെട്ടെന്ന് അറസ്റ്റായി. അപ്പോഴേക്കും ആംബുലൻസുകാർ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, CPR സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നഴ്സിംഗ് ഹോമിലാണെങ്കിൽ നമുക്ക് ഓക്സിജനോ ഒന്നും നമുക്ക് നമ്മുടേതായ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പേഷ്യൻ്റ് സൈനോസായി, ഞാനാകെ സ്ട്രെസ്സായി. പേഷ്യൻറ്റിന് അപ്പടി ഫ്രോത്തൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സക്ഷൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഒരു സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കെയർ അസിസ്റ്റൻ്റിനോട് പറഞ്ഞു. അവർ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പേഷ്യൻ്റെ ഫയൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ അതിൻ്റെ സക്ഷൻ ട്യൂബ് കൊണ്ടുവന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ സീനിയർ കെയറിന് ഞാൻ പേഷ്യൻ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി സക്ഷൻ്റെ ട്യൂബ് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ ഞാൻ പേഷ്യൻ്റെ ഫയൽ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ പേഷ്യൻ്റെ ഫയൽ ഞാൻ തെറ്റി എടുത്തുകൊണ്ടുവന്നത്. ഞാൻ ജീൻ ഗ്രീൻ എന്നുള്ള പേഷ്യൻ്റെ ഫയലാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത്. പേഷ്യൻ്റെ പേര് ജോൺ സാൽവ്, വേറെ ഏതൊരു പേഷ്യൻ്റെ ഫയലായിരുന്നു. അവിടെ പേഷ്യൻറ്റിൻ്റെ ഫയലിൻ്റെ ഇങ്ങനെ ഇനീഷ്യൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. തെറ്റ് ഫയൽ എടുത്തുകൊണ്ടുവന്നു.
അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് റിസസിറ്റേറ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ആംബുലൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസുകാർ വന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് സീനിയർക്കാർ പറഞ്ഞു, നീ പേഷ്യൻ്റ് ഫയലെടുത്ത് മാറ്റിയാണ് നീ CPR സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പേഷ്യൻറ്റിന് CPR ചെയ്യാൻ പാടില്ലാത്ത പേഷ്യൻ്റായിരുന്നു, ഡു നോട്ട് റിസസിറ്റേറ്റ് ആയ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു ഇൻസിഡൻറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുതിയതാണല്ലോ, ഞാൻ ഇൻസിഡൻറ്റ് ഫോമെല്ലാം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വന്നപ്പോഴേക്കും എന്നെ അവർ ഓഫീസിലോട്ട് വിളിച്ചു, ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സിസ്റ്റർ എല്ലാം കൂടി വന്നിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 1 hour മീറ്റിംഗ്. അവർ പറഞ്ഞു ഞങ്ങൾ NMCക്ക് ഇൻഫോം ചെയ്യും, നിൻ്റെ പിൻ നമ്പർ ലൂസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന എന്തൊക്കെയോ എന്നോട് പറയുന്ന, പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ എൻ്റെ പിൻ നമ്പർ എനിക്ക് ലൂസ് ആകരുത്, എങ്ങനെയായാലും എനിക്ക് പിൻ നമ്പർ വേണം. ജോലി പൊക്കോട്ടെ, എനിക്കതിൽ വിഷയമില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ജോലി ഞാൻ എവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ 20 വർഷമായിട്ട് ഞാൻ നേഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ, പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. എൻ്റെ ജോലി ഓൾറെഡി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എങ്ങനെ വീട്ടിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവർക്ക് തന്നെ പേടിയായി ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമെന്ന്. അപ്പോൾ എന്നോട് പുള്ളിക്കാരി നേഴ്സ് അവിടുത്തെ മാനേജർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും തന്നെ പേടിയായി. ഞാൻ ആകെ സ്ട്രെസ്സായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഒരു കണക്കിന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി, കാരണം ഒത്തിരി ട്രാഫിക്കുള്ള സമയമായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി എനിക്കെന്തോ സംതിങ് കുഴപ്പം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നീ അവർക്കൊരു മെസ്സേജ് ഇട്ടേക്ക്, ഞാനിവിടെ സേഫായി വീട്ടിലെത്തിയെന്ന് പറയാൻ. അങ്ങനെ എനിക്കപ്പടി വിഷമായി. ഞാൻ ഓർത്തു എൻ്റെ പിൻ നമ്പർ പോയി, ഇനി എന്നാ ചെയ്യും. അങ്ങനെ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒരു ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ ഇടാൻ പറഞ്ഞു ഈ പ്രശ്നം വെച്ച്. അങ്ങനെ ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 3ാമത്തെ ദിവസം എനിക്കൊരു ലെറ്റർ വന്നു. അതായത് പിൻ നമ്പറിന് എൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവർ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ എൻ്റെ ബാക്കി ആ മാസത്തെ 1 മാസത്തിൽ ജോലി ചെയ്തുള്ളൂ, ആ മാസത്തെ സാലറി എല്ലാം നീ ഒക്ടോബർ എൻഡിൽ നിനക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ എനിക്കത് വലിയൊരു ആശ്വാസമായി. കാരണം ഞാൻ ഓർത്തു അമ്മ എൻ്റെ പിൻ നമ്പർ കളഞ്ഞില്ലല്ലോ, ജോലിയിലേ പോയുള്ളൂ, ജോലി എനിക്ക് ഇനിയായാലും ജോലി കിട്ടുമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ നഴ്സിംഗ് ഹോമിൻ്റെ യത്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അപ്ലൈ ചെയ്തു. ഞാൻ അതിൻ്റെ ബ്രാഞ്ചുകൾ അങ്ങനെ ഓൾമോസ്റ്റ് 8 ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു. പക്ഷേ അവർ പറയും ഒരു വേക്കൻസിയെ ശരിക്കും ഉണ്ടാവുള്ളൂ, 1-2 വേക്കൻസി ഉണ്ടാവുള്ളൂ. പറയും റീന നിൻ്റെ 1 മാർക്കിന് വേണ്ടി നീ പോയി, മറ്റവളാണ് നിന്നിൽ നിന്ന് 1 സ്കോർ അവർക്കാണ് കൂടുതൽ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോലിയോട് ഞങ്ങൾക്ക് അവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു December 26 എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ദൈവമേ അന്നെങ്കിലും എനിക്ക് മാതാവ് ഒരു വഴി തെളിയിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ December 23 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി വാർഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡും എൻ്റെ അവിടുത്തെ എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ അതെന്തായാലും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. അത്രയും നാളുണ്ടായിരുന്ന ഇൻ്റർവ്യൂ പോലെയല്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ എനിക്കും അവർക്കും വിഷമമായി. കാരണം ഞാൻ എന്നെ ഇത്തിരി വയസ്സായിട്ടുള്ളൂ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് ഓർത്ത് അവർക്കും ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കറിയായിരുന്നു കിട്ടില്ല എന്നറിയായിരുന്നു. ഞാൻ 3 മണിയായപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു റീന അൺഫോർച്ചുനേറ്റ്ലി നീ അൺസക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതും പോയല്ലോ. അങ്ങനെ ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു അത് സാരമില്ല റീന, കാരണം നീ അടുത്ത ചാൻസ് നിനക്ക് വരികയാണെങ്കിൽ നീ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, നിനക്ക് അടുത്ത ചാൻസ് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട് December 31 ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ അന്ന് ലീവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ആ ആഴ്ചയിൽ ലീവ് ചെയ്തപ്പോൾ പറഞ്ഞു അവർ സിക്ക് ലീവ് ആണെന്ന്. അങ്ങനെ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഫെബ്രുവരിയിൽ ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ 6-ാം തീയതി, അതായത് ഇനി February 6 ഈ 6-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ആകും എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ 6-ാം തീയതി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6-ാം തീയതി എനിക്കൊരു കോൾ വന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു റോണി നീ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോറി ഞാൻ അൺവെല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ നീ വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കാണുമെന്ന് പറഞ്ഞു, പേഴ്സണലി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരി പറഞ്ഞു 13th എൻ്റെ മാനേജേഴ്സ് ഡേ ആണ്, നീ അന്ന് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ പണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് എന്നോട് വീണ്ടും ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ തെറ്റായ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ട് അന്ന് ഇൻ്റർവ്യൂവിന് ഇതുപോലെ പെർഫോം ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിവേ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ സെലക്റ്റഡ് ആണോ ഒന്നൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ. അവിടെ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റീന നീ ഇപ്പോഴും ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ, യു ആർ സെലക്റ്റഡ്, നീ ഞങ്ങളുടെ വാർഡിലോട്ട് വെൽക്കം ടു വാർഡ് 70 എന്ന് പറഞ്ഞു. അത് റെസ്പിറേറ്ററി വാർഡാണ്, എൻ്റെ ഇഷ്ടമുള്ള വാർഡുമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ പിന്നെ റെഫറൻസിന് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ട് ആ ഏജൻസി ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു. എനിവേ അവരെൻ്റെ പ്രീവിയസ് ആൾക്കാരുടെ റെഫറൻസും ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്തു. എനിവേ ഞാൻ ആ ജോലിയിൽ കയറി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഭംഗിയായിട്ട് പോകുന്നു, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ആ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു. എന്നും ഞാൻ ഒരിക്കലും ഒത്തിരി പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഞാൻ 5 മണിക്ക് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥന, ഒരു 4 കൊന്ത എത്തി. പിന്നെ പിള്ളേർ, എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്, അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകും. ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ബിസിനസ്സാണ്, പുള്ളി വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിൽ പിന്നെ കരഞ്ഞാണ് പിന്നത്തെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. അവരെന്നോട് എപ്പോഴും ചോദിക്കും മമ്മി എന്തിനൊക്കെ അറിയുന്നത്, മമ്മിക്ക് ഫൈനാൻഷ്യലായിട്ട് മമ്മി ഇതല്ലേ, പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത്, ജോലി സാരമില്ല, ഇത്രയ്ക്ക് പ്രായമായില്ലേ, മമ്മി ഇത്രയും നാൾ ജോലി ചെയ്തു, ഇത്രയും ഞങ്ങളെ വളർത്തി നല്ല നിലയിലാക്കി, ഇനി എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 18 വയസ്സിൽ ഞാൻ നഴ്സിങ്ങിന് പോയത്, ഇന്ന് വരെ ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 മാസം ഞാൻ എങ്ങനെ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. എനിവേ ഇപ്പോൾ നല്ലൊരു ജോലി തന്നു ദൈവം എന്നെ, മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നാശമായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീടൊന്ന് പുതിയതൊന്ന് പണിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കേരളിൻ്റെ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ആ വീട് പണിയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ 2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു വീടിൻ്റെ കാര്യം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് തന്നെ ഞങ്ങൾക്ക് പുതുക്കി പണിത് ഞങ്ങളതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ 2025 ജൂൺ 30 നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരുന്ന പേപ്പേഴ്സ്, ഇവിടുന്ന് പത്രം വാങ്ങി ഞങ്ങളത് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ പള്ളിയിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആര് സഹായം അപേക്ഷിച്ച് വന്നാലും ഞാൻ ഒരിക്കലും അവരെ നിരാശരാക്കാറില്ല. ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ 2 പിള്ളേരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസിനെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു വീട് പണിക്ക് ഒരാൾക്കാർ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ ബാക്കിയുള്ള കമ്പിയും സിമെൻറ്റും ഞങ്ങളാണ് വീടിൽ നിന്ന് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തത്. പള്ളി ഇടപെട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആധ്യാത്മികമായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു കൊന്ത ഉണ്ടായിരുന്നുള്ളൂ, കുടുംബ പ്രാർത്ഥനയിൽ ഒരു കൊന്ത, അല്ലാതെ ഞാൻ വേറൊരു കൊന്ത എത്തിക്കാറില്ല. പള്ളിയിൽ ഞാൻ ഫ്രീ ആയിരിക്കുമൊക്കെ ഞാൻ പോകും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു 2-3 കൊന്ത എന്തായാലും എത്തിക്കും. പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തുവാൻ അമ്മയും തിരുക്കുമാരനും എന്നെ ഇടവരുത്തതിന് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന ജെയിൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടി മങ്കുടി ചേരാനെല്ലൂർ ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസം 10-ാം തീയതി. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അയർലൻഡിലോട്ട് പോകാനുള്ള എൻ്റെ പേപ്പർ വർക്ക്സൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ അയർലൻഡിലോട്ട് പോയിരുന്നത്. കാരണം എനിക്ക് പുറത്തു പോകാനുള്ളൊരു താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊരു സാഹചര്യം ഒരുങ്ങി വരികയും
ഞാൻ വിതിൻ 3 months എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡി ആവുകയും ഞാൻ അയർലൻഡിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആഫ്റ്റർ 2 years സാധാരണയായി നമ്മുടെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിന്യൂവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് റിന്യൂവൽ ചെയ്തു വരും. പക്ഷേ ഞങ്ങളുടെ ഒരു 8 പേരെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മാസം കൊണ്ട് വരുന്നത് 2 മാസമായി, 3 മാസമായി, അങ്ങനെ 8 മാസം വരെ അത് കാലതാമസമായി. ഞങ്ങളുടെ വർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ വിസയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് വിസ അവിടെ റിന്യൂ ചെയ്ത് കിട്ടില്ല. എൻ്റെ ഈ സാഹചര്യത്തിൽ എൻ്റെ പാസ്പോർട്ടും എക്സ്പയറി ആയി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ എൻ്റെ ആ സ്റ്റാറ്റസിനെ ബാധിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും ഒക്കെ കൂടുമ്പോൾ മാതാവിനോട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഒന്ന് നടത്തി തന്നെ എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്ത വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ആ നിയമങ്ങളോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 19 എൻ്റെ 8 മാസം എത്തി ഞങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാവരുടെയും വിസ റിന്യൂ ചെയ്ത് വന്നു. അതേസമയം ഇൻ ബിറ്റ്വീൻ എൻ്റെ ജൂലൈ 16 എൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിരുന്നു. പക്ഷേ നമ്മൾക്ക് പ്രയർ ടു 3 months വി ഹാവ് ടു റിന്യൂ ദാറ്റ് വൺ. പക്ഷേ ഞങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നേഴ്സിംഗ് ഹോമിൽ നിന്ന് HR നിന്ന് എനിക്കൊരു പേപ്പർ തരുവാണ്. ഞാൻ ഡ്യൂട്ടിയിൽ ഷീന പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വർക്ക് പെർമിറ്റ് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. എക്സ്പയറി ആയ എൻ്റെ വിസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പയറി ആയ പാസ്പോർട്ടും എക്സ്പയറി ആയ വിസയും കൊണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയിലോട്ട് ചെന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയെ. എനിക്ക് ഇതിലൊരു കഴിവുമില്ല, പക്ഷെ നീ ഇടപെട്ടാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ ഉപ്പും കൊണ്ടുപോയി ഇന്ത്യൻ എംബസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പ് അതിൻ്റെ ഒരു കോർണറിൽ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫിന് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വർക്ക് പെർമിറ്റ് ഈ വിസയും കൈമാറി, എൻ്റെ എക്സ്പയറി ആയ വിസ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിസ ഓൾറെഡി എക്സ്പയറി ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ വാലിഡ് വിസ നിർബന്ധമാണ്. എൻ്റെ സാഹചര്യത്തിൽ അതൊരു 8 മാസമായിരുന്നു ഓൾറെഡി എക്സ്പയർഡ് ആയിട്ട്. പക്ഷേ ഇത് വാങ്ങിച്ച് എൻ്റെ ആ ലെറ്റർ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവുമില്ലാതെ എന്നവണ്ണം അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പയറി ആയ വിസ വാങ്ങിക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കുകയും ഒരു തടസ്സവുമില്ലാതെ എല്ലാം അയാൾ തന്നെ, എൻ്റെ ഒരു കോപ്പി പോലും ഇല്ല, കാരണം ഞാനിത് എക്സ്പെക്റ്റഡ് അല്ല. അപ്പോൾ ഒരു കോപ്പി പോലും ഇല്ലാതെ അയാൾ തന്നെ അകത്ത് നിന്ന് ആ സാറ് ആ കോപ്പിയൊക്കെ എടുത്ത് എൻ്റെ എല്ലാം ഡീറ്റെയിലും വാങ്ങി എന്നോട് പറഞ്ഞു, ആഫ്റ്റർ 1 month യു വിൽ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അതിൻ്റെ അത് കൊടുത്ത് ഞാൻ റൂമിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ HR ഞാൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് അവർ റിന്യൂവൽ ആപ്ലിക്കേഷന് കൊടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷീന, ദിസ് ഈസ് ക്വൈറ്റ് അൺനാച്ചുറലാണ്. കാരണം നിനക്ക് ഇതിങ്ങനെ കിട്ടിയത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും എൻ്റെയും എനിക്ക് വേണ്ടി ഒത്തിരി പേരന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ചേച്ചി, അങ്ങനെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്. ഇത് കാരണം എനിക്കൊരു രേഖയുമില്ല. ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ വരുന്നെങ്കിൽ പോലും എൻ്റെ കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒരു പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അയർലൻഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് സമയത്ത് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നെങ്കിൽ എനിക്കൊരു രേഖയുമില്ല. ആ സമയത്ത് മാതാവിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി, എൻ്റെ പാസ്പോർട്ട് കറക്റ്റായ ടൈമിൽ കിട്ടി, എൻ്റെ വിസ റിന്യൂ ചെയ്ത് കിട്ടി. ഈ സമയത്തിൻ്റെ ഇടയിലാണ് എൻ്റെ ഭർത്താവിനും മോൾക്കും വേണ്ടി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസ ഇന്ത്യൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. 1 വർഷം എത്തി കിട്ടാതിരുന്ന സാധനങ്ങൾ കൃത്യം 1 വർഷം എൻ്റെ ഈ ക്രൈസിസിൻ്റെ സമയത്ത് അവരുടെ വിസയും അടിച്ചായിരുന്നു. വിസ അടിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി, ഇവർ വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് പാസ്പോർട്ട് എക്സ്പയറി, എൻ്റെ GNIB, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പയർ ആയ സമയത്ത് ഇവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കൊണ്ടുവരും, നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, നീ പ്രാർത്ഥിക്കുന്നതല്ലേ. അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ 1 ആഴ്ച ഹസ്ബൻഡ് വിസയൊക്കെ എക്സ്പയറി ആവേണ്ട 1 ആഴ്ചയ്ക്ക് ഉള്ളിൽ അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും
എൻ്റെ മോൾക്ക് ആ സമയം കൊണ്ട് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഒരു നേഴ്സിംഗ് പഠിക്കാനുള്ള ഒരു മാതാവ് സാധാരണ ഓഗസ്റ്റ് അഡ്മിഷൻ തുടങ്ങുന്നത് ജനുവരിയിലെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങണം. എൻ്റെ മോള് വെറും മെയ് മാസത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലൂടെ അതും കാര്യങ്ങളും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇതെല്ലാം അമ്മ സമയബന്ധമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അമ്മയുടെ മകനോട് പറഞ്ഞ എന്ത് കാര്യവും സാധിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എങ്ങനെയും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ എന്തിനാ പേടിക്കുന്നത്, അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സമയം പോലെ അമ്മ ആ നടത്തേണ്ട സമയത്ത് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് എന്നോട് പറയുമായിരുന്നു. ആ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അമ്മയുടെ മധ്യസ്ഥതയോടെ തിരുക്കുമാരൻ കറക്റ്റായി എല്ലാ ടൈമിങ്ങിലും എല്ലാം നടത്തി തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് പേപ്പറും വാങ്ങിക്കൊണ്ടുപോയി ഇംഗ്ലീഷും മലയാളമൊക്കെ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ആരൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോടൊക്കെ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുത ശക്തി ഞാൻ പറഞ്ഞ് അവരോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടുന്ന് കാശ് രൂപമൊക്കെ വാങ്ങി ഞാൻ കൊണ്ടുപോകാറുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അവരെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഓർഫണേജിനായാലും ഫുഡ്, ഞാനിപ്പോൾ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് എനിക്ക് കൊടുക്കാം. അപ്പം ഞാൻ അത് ആരെങ്കിലും ഏൽപ്പിച്ച് ഫുഡുകൾ ഞാൻ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ BSc നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇത്രയൊക്കെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു. ഇനിയുള്ള എൻ്റെ തുടർ ജീവിതത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തുടർന്നു പോകുവാൻ ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും ഇതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ സന്നിധിയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഈശോയെ അവരുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ മുമ്പിൽ നിരത്തി ഞാൻ കൊടുക്കുകയാണ്. എല്ലാവരെയും നീ ചേർത്തണച്ച് നിൻ്റെ തിരുക്കുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമെന്ന് ഞാൻ ഈ തിരുനടയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം ാക്കുന്നു. സങ്കീർത്തനം 94:19 എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് എനിക്ക് ആശ്വാസം നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വരുമ്പോൾ, ഇവയെല്ലാം നമ്മെ തകർക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആശ്വാസം നൽകാനും നമ്മളെ ശക്തിപ്പെടുത്തുവാനും അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വലിയ കാര്യം. ഈ മക്കൾ സഹോദരിമാരാണ്, റീന ബെനിയും ഷീന ജയും. ഈ സഹോദരിമാരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിലും ഇവർ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ വിടാതെ പ്രാർത്ഥിക്കുന്നതാണ്. കാനായിലെ വിവാഹത്തിൽ പരിശുദ്ധ അമ്മ അവിടെ വീഞ്ഞില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇവർക്കിനി ആശ്വാസമില്ല, ഇവരെ സഹായിക്കണമെന്ന് ഈശോയോട് പറയുമ്പോഴാണ് ഈശോ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലയത്തിൽ വന്ന് അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അമ്മയുടെ മുന്നിൽ നിരത്തി വയ്ക്കുമ്പോഴാണ് നമുക്കും ഒരാശ്വാസം ലഭിക്കുന്നത്, ഒരു സമാധാനം ലഭിക്കുന്നത്. ആശങ്കയിൽ സമാധാനവും ഭയത്തിൽ ധൈര്യവും കണ്ണുനീരിൽ പ്രതീക്ഷയുമാണ് നമുക്ക് ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. റീന ബെന്നി എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആ മകൾ പറഞ്ഞു, UK നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജോബിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഫയൽ മാറിപ്പോയപ്പോൾ വളരെ ഡിഫിക്കൽട്ട് സമയത്താണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കിയത്. പാർട്ട് ടൈം ജോബിലായിരുന്നു. ലൈറ്റ് ക്യാൻഡിലിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിൻ നമ്പർ സേഫ് ആകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്.
ഒരാപത്തും കൂടാതെ ഓരോരോ വ്യക്തികളുടെ ഇടപെടൽ കൂടെയാണ് ആ ഫയലിൻ്റെ പ്രോബ്ലം സെറ്റിലായത്. പിന്നീട് വന്ന് ഈ മകൾ ഒരു വീടിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ഓരോ വർഷങ്ങൾക്ക് ശേഷമാണ് വീടൊരു റെനോവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ഇവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇവരുടേതായ രീതിയിലാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുൻകൈ എടുത്തത്. ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കി സാമ്പത്തിക സഹായം കൊടുക്കുവാൻ മറന്നില്ല. അതുപോലെ തന്നെയാണ് ഷീന ജയുടെ കാര്യത്തിലും. അയർലൻഡിൽ ജോലി ലഭിച്ചത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരു മാസത്തിന് ഉള്ളിൽ ഈ മകൾക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം കാലതാമസമില്ലാതെ ഈ മകൾക്ക് എല്ലാം ചെയ്ത് നടത്തി ഈ മകൾക്ക് അയർലൻഡിൽ ജോലിക്ക് പോകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന വിഷമസന്ധികളാണ് പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ മകൾ വിശ്വാസം കൈവിടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഓരോ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഈ മകൾക്ക് മനസ്സിലായത്. പിന്നീട് ഓരോ വ്യക്തികളിൽ കൂടെയാണ് ഈ മകൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനും വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം സാധിച്ചത്. ഇതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മയെ കൈവിടാതെ ജീവിച്ചപ്പോഴും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഏത് കഷ്ടതകളിലും ദുരിതങ്ങളിലും ഇവർ ഏത് പ്രതിസന്ധികളാണെങ്കിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്തരിക സുരക്ഷയും സമാധാനവുമാണ് കൃപാസനത്തിൽ സാക്ഷ്യമായിട്ട് ഈ മക്കൾ പറയുന്നത്. ജീവിതത്തിലെ കുരിശുകളിലും കണ്ണുനീരിലും അമ്മ മാതാവ് നമ്മെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. കാൽവരിയിൽ പോലും ഈശോയുടെ കൂടെ നിന്ന അമ്മയാണ് നമ്മുടെ ഓരോ അവസ്ഥകളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അമ്മ മാതാവ് നമ്മെ യേശുവിൻ്റെ അഭയസ്ഥാനത്തിൽ നമ്മളെയും മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റീന ബെന്നിക്കും ഷീന ജയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പേര് റിജി പ്രിൻസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമല കൃതകനാഥ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മകനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ അൾത്താരയിലെ 3ാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തത് 7/1/2019 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞാനും ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ അവിടെ 2014 ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർന്നു. ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം 2025 ഞങ്ങൾക്ക് ഈ സ്ഥലം വന്ന് കാണാൻ പലരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കത് പാടാണ്, വഴിയില്ല. പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ്, അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ ആരും അത് വേണ്ട എന്നാണ് പറയുക. അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല. ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ച് തന്നു. ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ 15ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും
ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും 2025 ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു, ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അത് 2014 തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ്. 11 വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴാണ് അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നത്. ഞാൻ 2 പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശ് രൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ അടുത്ത് വന്ന് 2 പ്രാവശ്യം വന്ന് ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കച്ചവടം നടന്നു കിട്ടിയത്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നീ എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അമ്മ മാതാവേ, ഞാൻ പറയണം നിന്നോടൊരു റേറ്റ്, ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. അതിനും 1000 നന്ദി പറയണോ. അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരുമില്ല, അത് പലരും എടുത്തിട്ട് പോവും, അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും, കയ്യേറി പോവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവിനെ കരകയറ്റി ഇവിടെ വരേക്കും. എന്നോട് തമിഴ് അറിയില്ല, സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല, കുറച്ച് മാത്രം. ഭർത്താവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആൾക്ക് 6 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവിനേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി. അത് ഒത്തിരി ദിവസമായി, 1 മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് കിട്ടണില്ല. ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയണില്ല. 1 മാസമായി ടെൻഷൻ ആകെ കൂടിപ്പോയി. 4-5 പ്രാവശ്യം ഞാൻ അളമാരിയെല്ലാം തപ്പി. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു, പെട്രോളിയം, അച്ഛൻ്റെ ഒരു ടോക്കാണ്, പെട്രോളിയം കത്തണ പോലെ കത്തും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ ഇരിക്കുന്നത് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി. ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക, നീ പെട്രോളിയം കത്തണ പോലെ കത്തും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ച് കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ മകനെ +2 ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴവില്ല് കാണാനായിട്ട് സാധിച്ചു. അവൻ +2 പാസ്സാവുകയും ചെയ്തു. അത് 4ാമതായിട്ട് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടാനായിട്ട് കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഈ കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് വേണ്ടൂ, വേറൊരു കോളേജിലും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, കീം എഴുതിയിട്ടില്ല, അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല, പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ. ഞാൻ പോയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നെ കൈവിടരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞങ്ങൾ പോയത്. എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു 4:45 ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നതും പെട്ടെന്നൊരു ഷെയ്ക്കാവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത്. മാതാവ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. ആൾ പെട്ടെന്ന് എഴുന്നേറ്റു, ഡോറ് നിർത്തി. ആളൊന്നും പറയണില്ല, ഡോറ് നിർത്തി പുറത്ത് പോയി നോക്കി. പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു.
അതിന് വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് 3 പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും വലിയ ഉപരിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു. അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, നോൺ വെജായിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് അമ്മ മാതാവിന് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് 1000 നന്ദി പറയുന്നു. 6 പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ കുടുംബത്തിന് എൻ്റെ മകൾ 5 പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു. ആ മകൾക്ക് 2 മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2ാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം, ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ. ഇവർക്കും 2-3 ദിവസത്തിനുള്ള തക്കലിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പലരും പലതരത്തിൽ സാധാ ടിക്കറ്റിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. എല്ലാത്തിനും 1000 അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിത്യത വരെ അമ്മയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഈശോയെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ 5 പേര് ഫുഡ് കൊടുക്കണവരുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത്. എനിക്കറിയില്ല, എല്ലാവരും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മ മാതാവേ, എൻ്റെ മക്കൾ ചീത്ത പറയും, ഏത് നേരം ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും തമ്പുരാന് 1000 നന്ദി. നിന്റെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളെ കാത്തു പരിപാലിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. വീഴാതിരിക്കാൻ ദൈവം തൻ്റെ കൈകളിലാണ് നമ്മെ ചുമക്കുന്നത്. നമ്മുടെ എല്ലാ വഴികളിലും, സന്തോഷമായാലും കഷ്ടത നിറഞ്ഞ വഴികളായാലും ദൈവം നമുക്ക് കാവലായിട്ടുണ്ട്. നമ്മുടെ കാൽ ഒരിക്കലും കല്ലിൽ തട്ടാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മുടെ കാവൽക്കാരായിട്ടുള്ളത്. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. അതിലൂടെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് റിജി പ്രിൻസൺ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്. 15 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതം. ഇത്രയും പ്രാവശ്യം പുതുക്കണമെങ്കിൽ ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിനെ ഒരു കാത്തുപരിപാലനയുടെ, ഒരു ദൈവത്തിൻ്റെ കൈപിടിച്ച് നയിക്കുന്ന ഒരു അനുഭവം ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് 15 പ്രാവശ്യം പുതുക്കിയിട്ടാണ് ഈ മകൾ. ഇത് 17ാമത്തെ പുതുക്കലാണ് ഇന്ന്. ഇത്രയും അമ്മയെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞ, ഈശോയും അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു മകളാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വീണ്ടും സാക്ഷ്യത്തിനായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ മകൾ പറഞ്ഞത്,
കുറേ വർഷങ്ങളായി കച്ചവടം നടത്താതിരുന്ന ഒരു സ്ഥലം, വഴിയില്ല, റെയിൽവേ ട്രാക്കാണ് മുകളിൽ, ഒരു ചെറിയ ഇടുങ്ങിയ നാരോ വേ കൂടിയാണ് ആ സ്ഥലത്തേക്കുള്ള വഴി. വിൽക്കാൻ യാതൊരു രക്ഷയില്ല, അസാധ്യമായിട്ടാണ്, സാധാരണക്കാർ മേടിക്കാൻ സാധ്യത കുറവാണ്. അവിടെയാണ് അച്ഛൻ കൊടുത്ത കാശ് രൂപവും ഇട്ട് ഡെയിലി പ്രാർത്ഥിച്ചത്. ഡെയിലി ബ്രെഡിൽ വെച്ചും ആധാരം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഈ മകള് ഈ സ്ഥലത്തിനുള്ള റേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊന്നും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ആ കച്ചവടം നടത്താൻ സാധിച്ചു. ഈ മകൾ എപ്പോഴും പറയും, ജോസഫ് അച്ഛൻ എപ്പോഴും പ്രാർത്ഥന പറയും, നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം പോലെ കത്തണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം പോലെ കത്തും, പെട്ടെന്ന് സാധിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ടായിരുന്നത്. അതുപോലെയാണ് ഈ മകളും പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ പലതും പെട്രോളിയം പോലെ കത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ മകൾ 17ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. അവൻ്റെ +2 എക്സാമിന് ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു മഴവില്ലിൻ്റെ രൂപത്തിൽ. അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല, കാത്തുപരിപാലിക്കുന്ന ഒരമ്മയാണ്, ഈശോയാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബിടെക് എക്സാമിന് മകന് പഠിക്കാനുള്ള സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച കോളേജിൽ ആകണമെന്നാണ് ഈ മകൾ അമ്മയോട് പറഞ്ഞത്. സ്വന്തം അമ്മയോട് പറയുന്ന ഒരു മകളെ പോലെയാണ് പ്രാർത്ഥിച്ചത്. അതും ഈശോയും അമ്മയെ നടത്തിക്കൊടുത്തു. പിന്നെ യാത്രയിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരനുഭവമാണത്. അമ്മയെ സ്വപ്നം കണ്ട് അമ്മയുടെ രൂപമുണ്ടായിരുന്ന മടിയിലേക്ക് വീണതും പെട്ടെന്ന് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഒരു സ്വപ്നം പോലെയാണ് എഴുന്നേറ്റത്. ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നു. അന്നേരം ഏതോ ഒരു അപകടത്തിൽ നിന്നാണ് അമ്മ വലിച്ചത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഒരു കാത്തു പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൂതന്മാരെയാണ് കാവലേൽപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ പാദം ഒരിക്കലും കല്ലിൽ തട്ടാൻ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ന് അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. പിന്നെ മാതാവിൻ്റെ സ്റ്റാച്യു അവരുടെ മടിയിൽ വീഴ്ത്തി അവരെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അന്ന് ആ അപകടത്തിൽ നിന്നാണ് അവരെ സംരക്ഷിച്ചത്. ഇതൊക്കെയാണ് സഞ്ചാരി മാതാവിൻ്റെ ഓരോ കെയറിങ്, ഓരോ കാവൽ പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്, നമുക്ക് അനുഭവിക്കുന്നത്. 6 പ്രാവശ്യം മകൻ്റെ ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു നല്ല ഭക്തിയോടെ വിശ്വസ്തയോടെ നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിക്കാനാണ് ഈ മക്കളുടെ ആഗ്രഹം. ഇന്ന് ഈ കുടുംബത്തോടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും രോഗിയായിരുന്ന ഒരു ഹസ്ബൻഡായിരുന്നു. പല പ്രാവശ്യം ഇവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഹസ്ബൻഡുമായിട്ടാണ് എന്ത് കഷ്ടതയാണേലും ദുഃഖമാണേലും എല്ലാം സഹിച്ചും സഹകരിച്ചും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം താങ്ങി നിർത്തുന്ന ദൈവം കാവലുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സന്നിധിയിൽ വന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. റിജി പ്രിൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്, എൻ്റെ പേര് സാലമ്മ, എൻ്റെ ഭർത്താവ്, 2 മക്കൾ. ഞാൻ കുമരകത്തുനിന്ന് വരുന്നത്. സെൻറ്റ് ജോൺസ് നെപ്പോംസാനസ് ജ്ഞാനായ കാത്തലിക് ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019. ആ ഒരു വർഷം ഞാൻ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷം കൊറോണയ്ക്ക് ശേഷം 2023 വീണ്ടും ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുന്നത്. ആദ്യമായി എൻ്റെ രണ്ടാമത്തെ മോള് ജർമ്മൻ പാസ്സായി. മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് B2 പാസ്സായി പോകുവാൻ സാധിച്ചു. അവൾ പോയി പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഓരോ ദിവസവും കഴിഞ്ഞ് 5 മാസമായിട്ടും അവൾക്ക് ക്ലാസ് തുടങ്ങാതിരുന്ന് ഏപ്രിൽ മാസമാണ് അവൾ പോയത്. വീണ്ടും അടുത്ത ഇൻടേക്ക് സെപ്റ്റംബറിലാണ്. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവൾ വീണ്ടും വിളിച്ച് പറയുന്നു, ഇവൾ അഡ്മിഷൻ എടുത്തിരുന്ന കോളേജിൽ ഇവർക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ വിളിച്ച് പറഞ്ഞു, ഒത്തിരി സങ്കടപ്പെട്ട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു രോഗിയെ കാണാൻ പോയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ സംഘടനയിൽ നിന്ന് ഒരു രോഗിയെ കാണാൻ പോയിരിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് ഇവൾ വിളിച്ച് പറയുന്നത്.
അപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് എനിക്ക് അപ്പടി സങ്കടമായി. അതിനുശേഷം അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മ ഇവക്ക് അഡ്മിഷൻ കിട്ടി, സാക്ഷ്യം പറയാനായിട്ട് അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തന്നെ ഇവൾക്ക് വേറൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നന്നായി പഠിക്കാൻ ഇടയാകുകയും ചെയ്തു. വീണ്ടും ഇവളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന മകൾ ഒന്നിച്ചായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞു. അതിൻ്റെ തലേ ദിവസം വരെ ഇവൾ ഒന്നിച്ച് നടക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്ന മകളാണ്. അപ്പോൾ പിറ്റേ ദിവസം വരെ ഞാൻ പറഞ്ഞു, ഇവളുടെ വാതിലിൻ്റെ അവിടെ ഇവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവൾക്ക് അതിൽ നിന്ന് ആ ഒരു ചിക്കൻ ബോക്സ് ഇവൾക്ക് പിടിച്ചില്ല. അവളുടെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ ഇവൾക്ക് 10ാം ക്ലാസ്സിലും +1-ലും +2-ലും ഫുൾ A+ ലഭിക്കുകയും തുടർന്ന് ഇവൾക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇളയ മോൾക്കും ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുകയുണ്ടായി. പിന്നെ വർഷങ്ങളായിട്ട് എൻ്റെ കാലിന് നിലത്ത് കുത്താൻ പറ്റത്തില്ലായിരുന്നു. രാവിലെ ആയിരിക്കുമ്പോഴത്തേക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ ഉപ്പുറ്റുവേദനയായിരുന്നു. 2024 അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് ഞാൻ ഒരു വിധത്തിലാണ് അർത്തങ്കപ്പള്ളിയിൽ വന്ന് കയറിയത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ കാലിന് ഒരു വേദനയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ചയോളം മുട്ടുവേദന നന്നായിട്ട് അനുഭവപ്പെട്ടായിരുന്നു. ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചു കഴിച്ചു. പക്ഷേ ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. അത് മാതാവിൻ്റെ തൈലം പുരട്ടി ആ മുട്ടുവേദന എനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുന്നുള്ള 3 വാഹന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മാതാവ് പരിപൂർണമായി സംരക്ഷിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ടാകാവുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടും ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാസത്തിൽ 10 പൊതിച്ചോറെങ്കിലും കെട്ടിക്കൊടുക്കുവാനായിട്ടും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് പത്രം മേടിച്ച് ബസ് സ്റ്റാൻഡിലും പിന്നെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഒരു ദിവസം പോലും പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടക്കം വരാതെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒന്നെങ്കിലും എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയിലും വചനം വായിക്കുന്നതിലും ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സലമ മാത്യു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ അമ്മ വഴി കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മക്കളുടെ പഠന മേഖലകളിൽ നൽകിയ നല്ല വിജയങ്ങൾ, നഴ്സിംഗ് പഠനത്തിന് ചേർന്ന മകൾക്ക് ലഭിച്ച തുടർ പഠനത്തിലുള്ള സാഹചര്യങ്ങൾ, സഹോദരിക്കേറെ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഉപ്പുറ്റുവേദന, കാലുകുത്തി അധികം നടക്കാൻ പറ്റാതിരുന്ന സഹോദരിക്ക് 14 കിലോമീറ്ററുള്ള മരിയൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുചേർന്ന് പൂർണ്ണമായി പങ്കെടുക്കുവാനും അതിനുശേഷം നാളിതുവരെ ആ രോഗത്തിൻ്റെ യാതൊരു ക്ലേശവും അനുഭവിക്കാതെ മരുന്നോ മറ്റ് ചികിത്സകളോ ഒന്നുമില്ലാതെ അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യം, അതോടൊപ്പം തന്നെ തുടർച്ചയായി ഉണ്ടായിരുന്ന മുട്ടുവേദനയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം എന്നിവയാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത്. സാക്ഷ്യത്തേക്കാൾ ഉപരി ജീവിതത്തിനും കുടുംബത്തിനും നൽകിയ വലിയൊരു മാറ്റവും കാഴ്ചപ്പാടുമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കരഗതമാകുന്നത്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ, പരസ്പരം എളിമയോടുകൂടി പെരുമാറുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് തന്നെ കുറേ കൂടി വചനവായനയിലൂടെ, ദിവ്യബലിയിലെ പങ്കാളിത്തത്തിലൂടെ, അനുതാപ കുദാശയുടെ സ്വീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രിയങ്കരമാം വിധം അതിനെ മോൾഡ് ചെയ്യുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും പ്രസാദപരത്തിൽ നിലനിൽക്കുവാനുമുള്ള സാഹചര്യങ്ങൾ
ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ആത്മാവ് എത്രത്തോളം ശുദ്ധിയുള്ളതാവുന്നു, എൻ്റെ ജീവിതം എത്രത്തോളം അനുരഞ്ജനമുള്ളതാവുന്നു, എൻ്റെ ഇടപെടലുകൾ എത്രത്തോളം സ്നേഹവും സംരക്ഷണവും സൗഹാർദ്ദവും പങ്കുവെക്കുന്നതാവുന്നു, ഇവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഞാൻ പഴയ മനുഷ്യൻ തന്നെയാണ് ഉടമ്പടി എടുത്തിട്ടെങ്കിൽ അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിന് പ്രയോജനമില്ല. ഉടമ്പടി ജീവിതം പഴയ ജീവിതശൈലികളിൽ നിന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഈശോ ആഗ്രഹിക്കുന്ന ഈശോയുടെ സ്വഭാവ സവിശേഷതയുള്ള ജീവിതക്രമത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുക. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നൊരു ജീവിതം, ദൈവസ്നേഹത്തോടുകൂടി നന്മ ചെയ്യുന്നൊരു ജീവിതം, ദൈവത്തിൻ്റെ സമാധാനവും ദൈവം ആഗ്രഹിക്കുന്ന അനുരഞ്ജനവും നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നിലനിർത്തുന്ന ഒരു ജീവിതം, അത് ഉടമ്പടിയിലൂടെ നമുക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ ഉടച്ചു വാർക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ഉടമ്പടി നമ്മുടെ സ്വാർത്ഥതകളെ വേണ്ടെന്ന് വയ്ക്കുവാൻ കുറെ കൂടി കരം തുറന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ നമ്മളെ ശീലിപ്പിക്കുന്ന പദ്ധതിയാണ്. ഉടമ്പടിയിൽ നമുക്ക് ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി എടുത്ത ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ നന്നായി ജീവിച്ചോ എന്നതിലല്ല, ഉടമ്പടി എടുത്തിട്ട് ഈ അവസാന ദിവസം ഞാൻ എത്ര കണ്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയും എൻ്റെ ജീവിതത്തെ ദൈവത്തിന് പ്രിയങ്കരമായി സമർപ്പിക്കുകയും ചെയ്തു എന്നതിനാണ് പ്രസക്തിയുള്ളത്. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ ദൈവാഭിമുഖ്യമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്നു. ഉടമ്പടി നമ്മളെ അമ്മ മാതാവ് എങ്ങനെ എളിമയിൽ ദൈവാശ്രയത്വത്തിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ലോകത്തിൽ ജീവിച്ചുവോ അതേ ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നു. ആ ഒരു ജീവിതക്രമത്തിലാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ നിയോഗവും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നതിന് സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതിക്കൊടുത്തു എന്നത് മാത്രമല്ല, അമ്മ ആഗ്രഹിക്കുന്ന ഒരു ജീവിതക്രമം നാം ജീവിതത്തിൽ തുടരുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുവാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അമ്മയോട് ചേർന്ന് നടന്നാൽ ഏത് ക്ലേശത്തിലും, ഏത് ജീവിതത്തിൻ്റെ വിഷമകരമായൊരവസ്ഥയിലും, ഏത് പരീക്ഷയുടെ മുഖങ്ങളിലും ആശ്വസിപ്പിക്കുന്ന, വിജയം നൽകുന്ന, തുടർച്ച നൽകുന്ന ഒരമ്മയുടെ കരുതലും അമ്മയുടെ കരം പിടിച്ചുള്ളൊരു യാത്രയും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് സ്വന്തമാകും. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ ചാലക്കുടി കുറ്റിക്കാട് ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 1, 2025 ഒരുപാട് സാക്ഷ്യങ്ങളും കാര്യങ്ങളും കേട്ട ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം ഞാൻ UAE പോയി. ഞാൻ UAE ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു നിയോഗമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉപരിപഠനത്തിനായിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അത് അത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഏജൻറ്റെയും കുറേ സ്റ്റാർട്ടിങ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കുറേ തടസ്സങ്ങൾ പോലെ ഒന്ന് മുടങ്ങിപ്പോയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആഗ്രഹം വീണ്ടും ഒരു നിയോഗം പോലെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ലഭിക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഒരുപാട് സ്റ്റാർട്ടിങ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എങ്കിലും ഞാൻ അമ്മയോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് ഓരോ പേപ്പർ വർക്ക് ചെയ്തു. അതിനുശേഷം ഓൾമോസ്റ്റ് ഓഫർ ലെറ്ററൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ, ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ആ കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ആ കോളേജിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ എല്ലാ ഹോപ്പ് പോയ പോലെ, കാരണം അവസാനത്തെ സ്റ്റേജിലും ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം അവർ പറഞ്ഞിരുന്നു ഇനിയൊന്നും ചെയ്യാനില്ല കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്ത് തന്നെ വേറെ കോളേജിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ആ സെയിം ടൈം ഞാൻ പക്ഷെ പ്രാർത്ഥന നിർത്തിയിരുന്നില്ല. ആ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. അമ്മയോടൊപ്പം കൈ പിടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. ആ സമയത്ത് പിന്നത്തെ വീക്കിൽ കോളേജിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് പിറ്റേത്തെ ആഴ്ച തന്നെ വേറൊരു കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ആദ്യം കിട്ടിയതിനേക്കാളും ഒരു പേപ്പർ വർക്കോ തടസ്സങ്ങളോ ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ ഡയറക്റ്റ് ഓഫർ ലെറ്റർ ആയിരുന്നു എനിക്കത് കിട്ടിയിരുന്നത്. രണ്ടാമത്തെ ഓഫർ ലെറ്ററിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സമയത്ത് വന്നിരുന്നില്ല. അതിനുശേഷം തന്നെ ഇങ്ങനെ ഏജൻറ്റ് പറഞ്ഞു ഡയറക്റ്റായിട്ട് നാട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. ഡിസംബർ 1 UAE നിന്ന് ഞാൻ നാട്ടിലേക്ക് എത്തി. എല്ലാ പേപ്പർ വർക്കും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു. വിസയ്ക്ക് വെക്കാനുള്ള സ്റ്റേജിലെത്തി, വിസയ്ക്ക് വെച്ചു. ആ സമയത്ത് തൊട്ട് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് എളുപ്പമല്ല, കാരണം
ഏജ്, പിന്നെ ഓൾറെഡി കുറച്ച് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റിജക്ഷൻ ഈ ഒരു സമയം ഏറ്റവും റിസ്ക്കുള്ള സമയമാണ്. ക്രിസ്മസ് സമയമാണ്, ന്യൂ ഇയർ സമയമാണ്, ഒരുപാട് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ മാക്സിമം ഒരുപാട് സ്ഥലത്തു നിന്ന് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓസ്ട്രേലിയ റിജക്ഷൻ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേറൊരു കൺട്രിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല, ലാസ്റ്റ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ആ ധൈര്യത്തോടു കൂടി അമ്മയോടൊപ്പം തന്നെ പിടിച്ച് ഞാൻ വെച്ചു. ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം വെക്കേഷൻ പോലെ കിട്ടിയിരുന്നു ഇവിടെ. എനിക്ക് യു എക്ക് പോകേണ്ട കാര്യമുണ്ടല്ലോ, ഇവിടെ തന്നെയായിരുന്നു. ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് ഡിസംബർ 7, ഡിസംബർ 8-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വിസ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ജാനുവരി 1-ന് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈശോയും മാതാവും നല്ലൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്, പണ്ടുള്ളൊരാഗ്രഹം ഇപ്പോൾ നടക്കുന്നുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അത് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും കുറച്ച് മടിയുള്ള ആളായിരുന്നു ഞാനും. പക്ഷെ ഇപ്പോൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാനും ഒരുപാട് ആത്മീയ വളർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനം ഇതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ആതുരാലയം ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ യു എയിലായിരുന്നപ്പോഴും അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി അവിടെ നിന്ന് ഞാൻ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ജെറമിയ 29:12-14 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഹിമ ജോണി എന്ന ഈ മകൾ തൻ്റെ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടിയുള്ള പ്രോസസ് കാലത്തെക്കുറിച്ചാണ് അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുക. ഉടമ്പടി ജീവിതം അത് ചൊല്ലുന്ന പ്രാർത്ഥനയും ചെയ്യുന്ന പ്രവൃത്തികളും ദൈവത്തിന് വേണ്ടി സ്വരമുയർത്തുന്ന ജീവിതവുമായി നാം സമർപ്പിക്കുമ്പോഴാണ് നമുക്കതിൽ അസാധ്യമെന്ന് കരുതുന്നതും നടക്കില്ലെന്ന് വിചാരിക്കുന്നതുമായ വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം ലഭിക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടിയുടെ 2 ചിറകുകളാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. കാരുണ്യ പ്രവൃത്തികളിൽ നമുക്കെന്താണോ ഉള്ളതിൻ്റെ ഒരു ഓഹരി അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടു കൂടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണ്. നമ്മളെ ഏശാത്തതല്ല, ബാധിക്കാത്തതല്ല, നമ്മളെ ബാധിക്കുന്ന വിധത്തിൽ കരം തുറന്ന് കൊടുക്കുവാൻ നാം സന്നദ്ധരാകുമ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, യേശുവിൻ്റെ ദരിദ്രർക്ക്, രോഗികൾക്ക്, അഗതികൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളൊരു വെളിച്ചം പകർന്നു കൊടുക്കുകയാണ്. അതോടൊപ്പം ആര് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നുവോ അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഏറ്റുപറയുമെന്ന കർത്താവിൻ്റെ വചനത്തെ സാക്ഷി നിർത്തിയാണ് നാം ഓരോരുത്തരും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. നാം ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നാം അതിലൂടെ കൈമാറുന്നത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ജോസഫത്തിന് ലഭിക്കുന്ന ദൈവികമായ സന്ദേശങ്ങളാണ് നമുക്കതിൽ വായിക്കുവാനാവുക. രണ്ടാമത്തത്, കണ്ണീരോടെ തകർച്ചകളോടെ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടിയെടുത്ത മക്കൾ ദൈവം ജീവിതത്തെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ലോകത്തോട് പറയുന്ന സാക്ഷ്യങ്ങളാണ് നമുക്കതിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയമേവ വചനം പ്രഘോഷിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, മറ്റുള്ളവരോട് സധൈര്യം പറയുവാൻ കഴിവില്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാനാവുന്നതാണ് ദൈവം ഇടപെട്ട ജീവിതങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുവെന്നത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ജോസഫച്ച നമുക്ക് കൈമാറുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയെന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാവണം. രഹസ്യമായി വിശ്വാസം ജീവിക്കുവാനല്ല, പരസ്യമായി വിശ്വാസം പ്രഘോഷിക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നതും ഉടമ്പടിയിൽ നയിക്കുന്നതും. അതുകൊണ്ട് ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനൊപ്പം കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരിക്കും